വള്ളിപ്പൂവിന് എന്താണ് അതിനകത്ത് മുള്ള് കൂടുതലായിരിക്കും. അതെ നല്ല കണമ്പ്. പെട്ടെന്ന് കൊണ്ടുപോകണം. എന്താണ് ഈ കാണുന്നത്? തലയിലും മീൻ പിടിച്ച അങ്ങനെ വെയിലത്ത് നിന്ന് എല്ലാവരും ആവശ്യമായിട്ടാ. അതെ ഇഷ്ടം പോലെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തൊരു തരത്തിലുള്ള ഒരു വീഡിയോ. ഈ കാണുന്ന പോലെ ഈസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ പിടിക്കാനായിട്ട് നേരിട്ട് അങ്ങോട്ട് വന്നേക്കണ്ട. അതായത് വളർത്തു മീനും കാര്യങ്ങളൊന്നും അല്ല, ഈ കാണുന്ന പോലത്തെ നല്ല ഒന്നാം തരം നാടൻ മീനുകൾ. പഞ്ചാബ് നമ്മ മീൻ പിടിക്കാനായിട്ട് മീൻ എടുക്കാനായിട്ട് വന്നേക്കാണല്ലേ അല്ലേ? എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം. അവരെ വളഞ്ഞിട്ടുണ്ട്. അതായത് കെട്ടെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ കെട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്തിനാണെന്നുള്ളത് ശരിക്കും എല്ലാവർക്കും അറിയാനായിട്ട് പാടില്ല. ഭൂരിഭാഗം പേര് വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടുകളിൽ മീനെ ഫീഡ് കൊടുത്തിട്ട് വളർത്തുന്ന ആ ഒരു രീതി, ആ ഒരു സമ്പ്രദായം കൊണ്ടാണ് വിചാരിച്ചിരിക്കുന്നത് ഭൂരിഭാഗം പേര്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയ എല്ലാം തെറ്റാണ്. ഫീഡ് കൊടുത്ത് വളർത്തുന്ന കെട്ടുകൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ വന്നേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ രീതിയിൽ മീൻ കയറി കിടന്നിട്ട്, അതായത് വേലിയേറ്റവും വേലിയർക്കും കയറ്റിയിറക്കിട വിടുന്ന കെട്ടെന്നൊക്കെ പറയില്ലേ, അതായത് മീൻ ഇങ്ങനെ പുഴയിൽ നിന്ന് കായലിൽ നിന്ന് കയറി വരും. അപ്പോൾ പിന്നെ ആ കെട്ടുകളിൽ നിന്ന് തിരിച്ച് മീൻ പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അതിലിപ്പോൾ ചെമ്മീൻ ഉണ്ടാവും, ഞണ്ടുണ്ടാവും, ചെറുമീൻ ഉണ്ടാവും, വലിയ മീൻ ഉണ്ടാവും, ഈ കാണുന്ന പോലത്തെ വലിയ കാളാഞ്ചികൾ വരെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ആവാസ വ്യവസ്ഥ അവിടെ ക്രിയേറ്റ് ആവും. അതായത് ഓരോ ഇനത്തിൽപ്പെട്ട മീനും അതിൻ്റെതായ ഭക്ഷ്യശൃംഖല അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാളാഞ്ചി, ചെമ്പല്ലി പോലുള്ള മീനുകൾ എന്താണ് നിങ്ങൾ ഫീഡ് അതിനെ പിടിക്കാനായിട്ട് നിങ്ങൾ ചൂണ്ടിടുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ അതിനെ ബൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതേപോലത്തെ വലിയ പ്രിഡേറ്റർ ഫിഷിനെ പിടിക്കാനായിട്ടാണെങ്കിൽ ചെറുമീൻ അല്ലെങ്കിൽ ചെറിയ ചെമ്മീൻ അല്ലെങ്കിൽ വലിയ ചെമ്മീനൊക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കും. അതായത് അതുപോലത്തെ വലിയ മീനുകളുടെ ഈറ്റ അല്ലെങ്കിൽ ഇഷ്ടഭക്ഷണം എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ചെറിയ മീനുകളും ചെറിയ ചെമ്മീനൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ കെട്ടുകളിൽ, ഈ ചെമ്മീൻ കെട്ടുകളിൽ എല്ലാ തരത്തിലുള്ള മീനുകളും ചെമ്മീനുകളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് വേറെ തീറ്റ അതിന് ഇട്ട് കൊടുക്കേണ്ടത്? അതുപോലുള്ള ഒരു ചെമ്മീൻ കെട്ടാണ്ട ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചെമ്മീൻ കെട്ടുകൾ വർഷത്തിൽ ഈ ഒരു വിഷു അല്ലെങ്കിൽ ഈസ്റ്റർ സമയത്താകുമ്പോഴും പിടിക്കുന്നത്, കെട്ടുപിടിക്കുക എന്ന് പറയും. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ നേരിട്ട് തന്നെ വന്നേക്കേണ്ട ഇതിലുള്ള മീനൊക്കെ പിടിച്ചിട്ട് നമ്മളുടെ കടയിലിട്ട് വിൽക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പഞ്ചാബ് പറഞ്ഞോ. ഇതില് പോന്നോ ഇതിലേ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനെ വളഞ്ഞു വെച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വല വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടിക്കിടക്കുന്ന മീനെ നമുക്ക് ഈസി ആയിട്ട് വല വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അവർ വളഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ നമ്മളത് പിടിച്ചിട്ട് നേരിട്ട് കൈയോടെ തന്നെ കയറ്റിക്കൊണ്ട് പോകാനായിട്ടാണ് വന്നേക്കണേട്ടാ. അപ്പോൾ അതേ വല വെച്ച് കുറച്ച് വാരി കോരിയിട്ട് കുറച്ച് മീനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് ആ ടാർപോളിൻ പായൽ വിരിക്കും. കണ്ട ആ വളഞ്ഞേക്കെന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നേക്കണ മീനൊക്കെ കണ്ട. ഇതിലിപ്പോൾ പൂമീനെ, എനിക്ക് പൂമീനെ കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് മീനൊക്കെ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. കൂടുതലും കണമ്പും മാലാനൊക്കെയാണുള്ളത്, തിരുത അങ്ങനെയുള്ള മീനൊക്കെയാണുള്ളത്. പിന്നെ കൂടാതെ പൂമീനുണ്ട്, ഇഷ്ടം പോലെ പൂമീൻ. ഇപ്പം ഞാൻ ഈ വെള്ളത്തിൽ കൂടി നടക്കുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ അടി കൂടി ഇഷ്ടം പോലെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് മരണവെപ്രാളത്തിൽ. അപ്പോൾ എനിക്ക് പിടിക്കണമെന്നുണ്ട്, പക്ഷേ കാളാഞ്ചിക്കാണ് ഞാൻ പിടിക്കണമെന്നുണ്ട്. എൻ്റെ കൈ വരെയും പൊളിച്ച് കളയും. അപ്പോൾ അതേ ഒരു കണമ്പിനുണ്ട് ഞാൻ ഇതേപോലെ കയ്യിലെടുത്ത് പിടിച്ചേക്കണം. ഇപ്പോൾ വലിയൊരു കണമ്പ്. ഒന്നുമില്ല. വേറൊരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാരൊക്കെ നമ്മുടെ കടയിൽ എന്തിട്ടാന്നല്ലോ ചോദിച്ചത്. ചേട്ടാ ചെമ്മീൻ വീട്ടിൽ കാണാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കെട്ടുപിടിക്കുന്ന സമയമാണല്ലോ, ഇപ്പോൾ കെട്ടുപിടിച്ചിട്ട് മീൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഇഷ്ടംപോലെ പേര് ചോദിച്ചു വരും ഈ ഒരു സമയം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല നെയ്യ് ഉണ്ടാവും, മീൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ചെമ്മീൻ കെട്ടിലെ മീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിപ്പോൾ കാളാഞ്ചി ആയാലും ചെമ്പല്ലി ആയാലും പൂമീനായാലും എന്ത് മീൻ, മുള്ളനൊക്കെ ആയിരുന്നെങ്കിലും ഇഷ്ടംപോലെ പേർക്ക് ചോദിച്ചു വരാറുണ്ട് ഇതേപോലെ ചെമ്മീൻ കെട്ടിലെ മീൻ ഉണ്ടോ എന്ന് വെച്ചിട്ട്. അതായത് അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക രുചിയായിരിക്കും ആ ഒരു മീൻ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-12 ഏക്കർ കെട്ടാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പോർഷനിലെ മീൻ മാത്രമാണ് ഇപ്പോൾ ഇതേ പിടിച്ചേക്കണേ കേട്ടോ. അപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് വളഞ്ഞിട്ടുള്ള മീനൊക്കെ ഞാൻ ഇറങ്ങി ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. കണ്ടിട്ടെന്ന് വെച്ചാൽ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ അതായത് നമ്മൾ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ പിടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാഞ്ചുവാപ്പിന് നമ്മുടെ ജോലി കൂടിയിട്ട് ബോക്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബോക്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കണ്ടില്ല, ഇതാ പോണത് കണ്ട കണമ്പാണ്. അപ്പോൾ യുവന്മാർക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട വലിയ കണമ്പും. പിന്നെ കോലാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടന്മാർ ആ ഒരു തക്കത്തിന്
മീൻ വല വെച്ചിട്ട് ഇത് ഇങ്ങനെ കോരി പിടിക്കുന്ന ഒരു സീനാട്ടാ. അപ്പോൾ ഇതേ വല വെക്കുമ്പോൾ ഇഷ്ടംപോലെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. മരണവെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പോർഷനിൽ നിന്ന് വേറൊരിടത്തും മീൻ പോകുന്നില്ല. കണ്ടില്ലേ, അങ്ങനെ വല വെച്ചിട്ട് എന്തോരം മീനാണ് കിട്ടിയിരിക്കണം നോക്കി. ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇതേ നമ്മുടെ കരക്കിൽ വിരിച്ചേക്കുന്ന ടർപ്പോളിൻ പായൽ വിതറായിട്ട് വേണം നമുക്കത് തിരിഞ്ഞ് മാറ്റി ഓരോ കാറ്റഗറി അനുസരിച്ച് മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. ചെറുതിനത് വീഡിയോ അതിൻ്റെ കണ്ടില്ലേ, ഇപ്പൊ കോരി ആ വലയിൽ കിട്ടിയ കാളാഞ്ചി ഉണ്ട്, ചെമ്പല്ലി ഉണ്ട്, മുള്ളനുണ്ട്, കണമ്പാണ് ഏറ്റവും കൂടുതലുള്ളൂ. പല വലുപ്പത്തിലുള്ള കണമ്പാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇഷ്ടംപോലെ കണമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നാടൻ കണമ്പ്. എന്തൊരു രുചിയായിരിക്കും എന്ന് അറിയാം മീനൊക്കെ. ഇപ്പോൾ മുള്ളനുണ്ട്, കണമ്പുണ്ട്, പൂമീനൊക്കെയാണ് നമുക്ക്. അപ്പോൾ ഈ കാണുന്ന എല്ലാ മീനും നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് എടുത്തേക്കണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ മീൻ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ചെറുത് മാറ്റി, ചെറുത് വേറെ ബോക്സ് വേണം നോട്ട്. പിന്നെ അപ്പോൾ അത് ഇങ്ങനെ നേരത്തെ കണ്ടില്ലേ വല വിരിച്ച് മീനെ പിടിച്ചത്. അപ്പോൾ അടുത്ത സെക്ഷൻ്റെ വല വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വല വിരിച്ചത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് മീൻ പിടിക്കുന്നത്. നോക്കിക്കോട്ടെ, ഇനി ഈ ഒരു ഇതിൽ നമുക്ക് എന്തോരം വേറെ മീനൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കട്ടെ. കണ്ടില്ലേ, ഈ കാണുന്ന പോലെ അടുത്ത വലയിൽ കിട്ടിയ മീനാണ് ഈ കാണുന്നത്. ഇപ്പം ഇതിലും കൂടുതൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റയും കണമ്പും തന്നെയായിരുന്നു. വറ്റ, കണമ്പ്, പൂമീനൊക്കെ 1-2 എണ്ണമൊക്കെ ഉള്ളു ഓരോ വലയിലും. എന്നിരുന്നാലും അത്യാവശ്യം നല്ല നാടൻ മീനുകൾ. ഇത്രയും നാടൻ മീനുകൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയധികം മീനുകൾ. അതായത് നമ്മൾ ഈസ്റ്ററിന് നമ്മൾ ഈ ദുഃഖവെള്ളിക്ക് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നേക്കുന്നത്. എടുത്തിടോ അപ്പം നമ്മൾ ഈ മീനെല്ലാനും ഈസ്റ്ററിന്, അതായത് ശനിയാഴ്ച രാവിലെ വെളുപ്പിന് നമ്മൾ 4 മണിക്ക് മുതൽ വിറ്റ് തുടങ്ങോട്ടാ. അപ്പോൾ അതേ ഫ്രഷ്നെസ്സോടുകൂടി നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിലോട്ട് ഉറപ്പായിട്ട് നമ്മൾ എത്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും നാളെ തകർക്കും. നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച, ഇന്ന് വൈകിട്ട് ദുഃഖവെള്ളിക്കാണ് നമ്മൾ ഈ മീനൊക്കെ പിടിച്ച് നമ്മൾ കയറ്റിയേക്കണത്. ഇത് നമ്മൾ വെളുപ്പിന് 4 മണിക്ക് തന്നെ ഈസ്റ്റർ പ്രമാണിച്ചിട്ട് ശനിയാഴ്ച രാവിലെ തന്നെ 4 മണിക്ക് തന്നെ കട തുറക്കും. അതിന് ആ ഒരു സമയം മുതൽ നമ്മൾ ഈ നാടൻ മീനുകളൊക്കെ നമ്മൾ വിൽറ്റ് എല്ലാവർക്കും, നാട്ടുകാർക്ക് മൊത്തം എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർക്ക് നേരെ രാവിലെ ചാടിക്കേറി പോകുന്നു, രാവിലെ തന്നെ പോകുന്നു കേട്ടോ. മീനൊക്കെ ഇത്രയും അധികം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത്രയ്ക്കധികം ജനങ്ങളായിരിക്കും എന്തായാലും ഉണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ രാവിലെ തന്നെ നമ്മളുടെ എല്ലാ കടകളിലോട്ട് എത്തട്ടെ. നമ്മൾ കൃഷ്ണകോട്ട കട മാത്രമാണ് 4 മണിക്ക് തുറക്കുന്നത്. വലിയറമ്പിൽ കട 5 മണി മുതൽ തുറക്കും. അന്നമനടയിൽ കട 5:30 മുതലായിരിക്കും ഇവിടെ തുറക്കുന്നത്. ചെറുപ്പൊള്ളി കാര്യമില്ലേ, മുള്ളൻ അപ്പോൾ ഇതേ കാളാഞ്ചി കണ്ട, നമ്മുടെ നാടൻ കാളാഞ്ചികളാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാത്തിനും ജീവനുണ്ട്. ഇത് ഇതേപോലെ തന്നെ നമ്മളുടെ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഐസി കയറ്റും. നാളെ രാവിലെ നമ്മുടെ കടയിലിട്ട് തകർക്കും നമ്മൾ. പിന്നെ ഇത് കൂടാതെ നമ്മളുടെ അത്യാവശ്യം കടൽ മീനുകളും പിന്നെ കായൽ മീനുകളും വളർത്തു മീനുകളും നമ്മുടെ കടയിൽ നാളെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കണമ്പ്, മുള്ളൻ, അല്ലെങ്കിൽ ചെമ്പല്ലി, പൂമീൻ, പിന്നെ കുറ്റിപ്പൂമീനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ വള്ളിപ്പൂമീൻ അങ്ങനെ സെയിൽ ചെയ്യുന്നില്ല. കുറ്റിപ്പൂമീനായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. കുറ്റിപ്പൂമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നെയ്യുള്ള മുള്ളു കുറവായിരിക്കും. പൂമീനിൽ വെച്ചിട്ട് മുള്ളു കുറവായിട്ടുള്ള പൂമീനാണ് കുറ്റിപ്പൂമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറ്റിപ്പൂമീൻ ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന പോലത്തെ നല്ല നാടൻ ചെമ്പല്ലികൾ ഉണ്ടാവും. ചെമ്പല്ലിയുടെ കളറുണ്ടാവും, നല്ല റെഡ് ചെമ്പല്ലിയാണ്. അതായത് വളർത്തു ചെമ്പല്ലി ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കളർ കുറവായിരിക്കും. പക്ഷേ നാടൻ ചെമ്പല്ലിക്കാണ് ഈ ഒരു കളർ കിട്ടത്തുള്ളൂ കേട്ടോ. പഞ്ചാബ് എന്തൊക്കെ മീനുണ്ട് ഇപ്പോൾ ഇതിൽ? അജയപ്പ എന്താണ് ചതമ്പല് കൊണ്ട് കുളിച്ചൊക്കെയുള്ള എന്തൊക്കെയുണ്ട് ഇപ്പൊ ഇതില്? നമുക്ക് എന്താ കിട്ടിയുണ്ട്? ഇതിനകത്ത് കാളാഞ്ചി ഉണ്ട്. കാളാഞ്ചി തിരിച്ചറിയൂല പാഞ്ചിയ. കാളാഞ്ചി, ചെമ്പല്ലി, കാളാഞ്ചി, പിന്നെ മുള്ളൻ, കണമ്പ്, ചാകാത്ത ഭൂമി എല്ലാം ചാവാത്താണല്ലോ. എല്ലാം ചാവാത്താണ്. ഏതാണ് ചത്തിട്ടുള്ളതിന്? എല്ലാം ചാവാത്താണ്. പാലാൻ, കണമ്പ് എല്ലാം ഉണ്ട്. വള്ളിപ്പൂമി. ഇങ്ങനത്തെ കണമ്പൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവനുള്ള കണമ്പ് വള്ളിപ്പൂമി. ഇതാണല്ലേ വള്ളിപ്പൂമി. നോട്ടാ നോടി കാണിച്ച്.
വള്ളിപ്പൂമീൻ കൂടുതലായിരിക്കും. വള്ളിപ്പൂമീൻ എന്താന്ന്? അതിനകത്ത് മുള്ള് കൂടുതലായിരിക്കും. അതെ, നല്ല കണമ്പ് കണമ്പ് എന്ന് പറഞ്ഞാൽ സൈസ് കണമ്പ് കേട്ടാ, സൈസ് കണമ്പ്, ഇടത്തരം കണമ്പ്, ഇടത്തരം എന്തോരം മീനാണല്ലേ. പൊടിക്കണമ്പ്, ചെറിയ കണമ്പ്, ചെറിയ കണമ്പ് തിരിയാനുണ്ട്. നോക്കി നീ തലേ കൊണ്ടുപോകും അല്ലേ. ടോമീസ് ഫിഷ് ഷോപ്പ്, തണ്ണീർമത്തന. അരാപ്പയ്മട അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെയും നമ്മളിങ്ങനെ വല വെച്ചുകൊണ്ടിരിക്കേണ്ട, എന്നാലാണ് ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് വന്ന് അടിഞ്ഞു കൂടിയേക്കണം എല്ലാ മീനുകളും നമുക്ക് പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ കുറേശ്ശെ മീനാണ് പിടിക്കണേട്ടാ. അപ്പോൾ ആ മീനൊക്കെ നമ്മുടെ കടയിൽ നാളിട്ട് വിൽക്കാനുള്ളതാണെന്ന് ആലോചിച്ചിട്ട് നമുക്ക് എക്സൈറ്റ്മെൻറ്റോട് നിൽക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ചാടി എന്തായാലും ഭയങ്കര എനർജി ആയിട്ട് നിൽക്കേണ്ട. എന്തായാലും നാളെ തകർക്കും നമ്മൾ. മാറുന്നോട്ട് പഞ്ചോപ്പ. കൈ അവിടെ പിടിച്ച് കൈ കീറോട്ടാ. പഞ്ചാബ പൂമി നല്ല വെയിലുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദുഃഖളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവശതായി പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും വെയിൽ കൊണ്ട് ഇവിടെ ഈ ഭാഗത്തുനിന്നും അങ്ങനെ കടകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രീതിക്ക് ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പരിപാടി എന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുമീനുകൾ നമുക്ക് തിരിയാനായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ കൊട്ടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരായിരുന്നു. അപ്പോൾ നമുക്ക് ചെറുമീനുകൾ കൊണ്ടുപോകാനായിട്ടുള്ള അല്ലെങ്കിൽ വാരിയെടുക്കാനായിട്ടുള്ള ചെറിയ കൊട്ടകളും കാര്യങ്ങളൊന്നും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വലിയ മീൻ മാത്രം കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയ മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ചെറിയ മാലാനും മുള്ളനൊക്കെ. അപ്പോൾ അതൊക്കെ തിരിഞ്ഞു മാറ്റുന്നൊരു ചടങ്ങായിരുന്നു. ഇത്തിരി ഒരു ക്ഷമകെട്ട ഒരു പരിപാടി ആയിരുന്നെങ്കിലും നമുക്ക് നാളത്തെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും എക്സൈറ്റ്മെൻ്റ് ആണ്. ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ, ആ ഒരു എനർജിയിലാണ് നമ്മൾ ഈ മീനുകളൊക്കെ തിരിഞ്ഞു മാറ്റിയത്. അപ്പം ഞാനടക്കം എല്ലാവരും മീൻ തിരിയുന്ന പാഞ്ചാവനെ കണ്ടില്ലേ, പെറുക്കിയാണ് എല്ലാ മീനും. വലിയ മീൻ അതിലോട്ട്, ചെറിയ മീൻ ഇതിലോട്ട്, കാളാഞ്ചി അതിലോട്ട്, ചെമ്പല്ലി അതിലോട്ട്, മുള്ളനതിലോട്ട്, പൂമീൻ അതിലോട്ട്, കണമ്പതിലോട്ട്, അങ്ങനെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ബോക്സിലായിട്ട് നിറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യേ നോക്കണോട്ടാ, കാളാഞ്ചി ആ മഞ്ഞ ബോക്സിലുള്ളത് ചെറുത് മാറ്റി. വാലാത്താൻ അപ്പൊ പഞ്ചാബ് നമ്മൾ ഒരു വിധമൊക്കെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞല്ലേ, പിന്നെയും പിടിച്ചോണ്ടിരിക്കണ്ട. തൂക്കെടുക്കണം, ഐസ് ചെയ്യണം, പെട്ടെന്ന് കൊണ്ടുപോകണം. എന്താണ് ഈ കാണുന്നത് തലയിലും മീൻ പിടിച്ച അങ്ങനെ വെയിലത്ത് നിന്ന് എല്ലാവരും ആവശ്യമായിട്ടാ. അതെ, ഇഷ്ടം പോലെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫുള്ള് മീൻ പിടുത്തത്തിന്റെ ദിവസം. നാളെ ഇപ്പൊ വെളുപ്പിന് 4 മണി മുതൽ നമ്മുടെ കടയൊക്കെ എല്ലാ കടയും ഓപ്പൺ ആയിരിക്കും. അപ്പൊ നാളെ തന്നെ എല്ലാവരും കാളാഞ്ചി, ചെമ്പല്ലി എല്ലാം നാടൻ മീനുകളാണ്, വളർത്തു മീനുകളൊന്നുമല്ല, നാടൻ മീനുകളാണ് എല്ലാവരും. എല്ലാ ഐറ്റംസും ഉണ്ടാവും. അവർ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ, പിന്നെയും പിടിച്ചോണ്ടിരിക്കുന്നു, ഇനിയും പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ ബോക്സിലൊക്കെ കാണുന്നത് എല്ലാവരും നോക്കി, കണമ്പ്, തിരുതുണ്ട്, പൂമീനുണ്ട്, ചെമ്പല്ലി, കാളാഞ്ചി, മുള്ളനൊക്കെ എല്ലാവരും റെഡിയാക്കി വെച്ചേക്കാണ്.
അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാനത്തെ 2-3 വലയും കൂടി വെച്ചിട്ടുണ്ട്. നോക്കി, കണമ്പും ഇതിലും കണമ്പും പൂമീനും കാളാഞ്ചിയും ചെമ്പല്ലിയും മുള്ളനും മാലാനും കതിരാൻ്റെ പേര് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കതിരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ അങ്ങോട്ട് നമുക്ക് എത്തിക്കണം, നമ്മുടെ വണ്ടിയിലോട്ട് എത്തിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഞ്ചി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ മീനൊക്കെ പുറത്തോട്ട് ചാടി പോകാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മീനുണ്ട്, അതിലൊരു കണമ്പിനാണ് ജോയിലെടുത്തിട്ട് തിരിച്ച് നമ്മുടെ ടാർപോളിൻ പായലോട്ട് എടുത്തിട്ടത്. അപ്പോൾ അതായത് വഞ്ചി വന്നിട്ടുണ്ട്. ഇനി ഈ വഞ്ചിയിലോട്ട് നമുക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകണം. നമുക്ക് ഈ കരമാർഗം കൊണ്ടുപോകാം, പക്ഷേ അത് ഭയങ്കര ഭാരമായിരിക്കും. അതുകൊണ്ട് വഞ്ചിയിൽ വെച്ചിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർ നല്ല ചാടി നിൽക്കുന്നുണ്ട്. എനർജറ്റിക് ആയിരുന്നു, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നമുക്ക് ബോക്സിലാക്കിയിട്ട് ആ ബോക്സ് നമ്മുടെ വഞ്ചിയിലോട്ട് പിടിച്ചു വെച്ച് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ മീനും പല കാറ്റഗറി ആയിട്ട് തിരിച്ചു വെച്ചേക്കാണ്. കണമ്പ്, മാലൻ, ചെമ്പല്ലി ചെറുത്, പിന്നെ കാളാഞ്ചി, കതിരാൻ, അങ്ങനെ പല പല മീനുകൾ പല ബോക്സുകളാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കരയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ തൂക്കിയിട്ട് നമ്മൾ ഇവർക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കടയായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കൊണ്ടുപോയിട്ട് ഐസ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നാളെ രാവിലെ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ ഈ മീൻ വിറ്റ് തീർക്കട്ടോ. ഒരു മീൻ പോലും ഇല്ലാണ്ട് നമ്മൾ നാളെ രാവിലെ തന്നെ വിറ്റ് തീർക്കും. അതാണ് നമ്മളുടെ കോൺഫിഡൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതെടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഈ ഒരു ദിവസം ദുഃഖവെളിയിലെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടെ വരാനായിട്ട്. നിങ്ങൾക്ക് നല്ല മീൻ തന്നെ തരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, നമ്മുടെ കടയിൽ വരുന്ന എല്ലാവർക്കും നല്ല മീൻ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ നേരിട്ട് വന്നിട്ട് മീനൊക്കെ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ നേരിട്ട് വന്നേക്കുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളുടെ ചാനൽ ഇത്രയ്ക്ക് വലുതായതും നമ്മളുടെ കച്ചവടം ഇത്രയ്ക്ക് നല്ല രീതിക്ക് ആയി വന്നതും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഇനിയും വേണം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത മീനുകളെല്ലാം, നമ്മൾ പിടിച്ച മീനുകളെല്ലാം വഞ്ചിയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളത് എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ നമ്മൾ വരും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.